എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ള എക്സാം ബോർഡിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും ഇതുപോലൊരു എക്സാം ബോർഡ് കാണും. പഴയത് നമുക്കറിയാം, കുറച്ചൊക്കെ വർഷം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1-2 വർഷമാണ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു പേപ്പർ വയ്ക്കുന്ന ഭാഗത്തൊക്കെ തുരുമ്പ് പിടിക്കും. പിന്നെ കുട്ടികളൊക്കെ അത് വലിച്ച് പറിക്കുക, അതുപോലെ വരച്ചിടുക. എന്തായാലും നമ്മൾ പുതിയത് വാങ്ങും. പക്ഷേ അതിൻ്റെ ആ ഒരു ബോർഡിന് സാധാരണ അങ്ങനെ കേടൊന്നും വരാറില്ല. അതിൽ എന്തൊക്കെ നമ്മൾ വരച്ചിട്ടാലും ആ ബോർഡ് ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയത് കളയാമെന്ന് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ. എന്നാൽ ഇത് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ ഒരു പേപ്പർ വയ്ക്കുന്ന ഭാഗം നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഇത് എന്തായാലും കുറച്ചൊക്കെ പഴയതാവുമല്ലോ, അപ്പോൾ അത് തനിയെ പോരും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇത്ര വേഗം ഇത് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല. സിമ്പിളായിട്ട് തന്നെ ഇത് ഊരിയെടുക്കാൻ പറ്റി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് നല്ല തുണി ഉണ്ടെങ്കിൽ അതായാലും മതി. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ എടുത്തിട്ടുള്ള റൈറ്റിംഗ് ബോർഡിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വലിപ്പത്തിൽ വേണം ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു കോർണർ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൂലയിൽ 2 പേപ്പർ ഇങ്ങനെ മടക്കി എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബുക്കൊക്കെ കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യണത്. ഇനി ഇതൊന്ന് ഒട്ടിക്കണം. അതുപോലെ 4 മൂലയും ഒട്ടിച്ചെടുത്തിട്ട് ഈ ബോർഡിനെ ഫുള്ളായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫുള്ളും 4 സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കവറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കളർ പേപ്പറാണ്. ഇതിപ്പോൾ ഞാൻ ബുക്ക് പോലെയായിട്ട് ഓരോ പേജ് ഓരോ കളറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ഓരോ സിംഗിൾ ഷീറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പേപ്പറിന് 1 രൂപയ്ക്കാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫാൻസി ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതല്ലെങ്കിൽ കുട്ടികളുടെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ചോദിച്ചാൽ പല പല കളറിലുള്ള പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ടിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ റഫായിട്ട് വരച്ചാൽ മതി. ഏകദേശം ഒരു അളവിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ ആ വരയിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നല്ല, അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സൈഡില്ലേ, അവിടെ നിന്ന് പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചുരുട്ടി ലാസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം എത്തുമ്പോൾ നിർത്തുക കേട്ടോ. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട, അവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റോസ് പൂ പോലെ നമുക്ക് കിട്ടും. ആ ഒരു ലൂസൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വേണ്ട ഒരു വലിപ്പത്തിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക പേപ്പർ. അപ്പോൾ ഇങ്ങനെ വിടരുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ഒന്നുകിൽ ഗ്ലൂ ഗൺ വെച്ച് അവിടെ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചും ചെയ്യാം. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് സമയം പിടിച്ച് നിൽക്കണം അത് ഒട്ടാനായിട്ട്. അത്രയ്ക്കേ ഉള്ളൂ വ്യത്യാസം. അതുപോലെ കുറച്ച് പൂക്കൾ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ആ മുകളിലത്തെ പേപ്പർ നമുക്കിങ്ങനെ വലിച്ച് കളയാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ കണ്ട ഒരു ഡിസൈനിലുള്ള പേപ്പർ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ പീസ് നമുക്ക് വേണം. ഇപ്പോൾ ഏകദേശം ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ ഒരു ബോർഡിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങിയിട്ടുള്ള ചുള്ളിക്കമ്പുകളൊക്കെയാണ്. അത് നമ്മൾ പുറത്തുനിന്ന് എടുത്താൽ മതി. അതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും.
ഇപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിടാം. ഒന്നുകിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹുക്കിലോ അല്ലെങ്കിൽ ആണിയിലൊക്കെ കൊളുത്തിയിടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള ബോർഡായതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് നല്ല ഷേപ്പിലൊക്കെ ഇരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് കുറച്ചുകൂടെയൊക്കെ ഭംഗിയിലൊക്കെ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടാണ് കാണിച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും ആ ഒരു ചെടിച്ചട്ടിയുടെ ഭാഗം നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.